എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 38 എന്ന് ആരംഭിക്കുന്നു. കംസന്റെ ആജ്ഞപ്രകാരം ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അക്രൂരൻ വൃന്ദാവനത്തിലേക്ക് പുറപ്പെടുകയാണ്. ഭഗവാന്റെ മധുരാലീലകള് തുടങ്ങണു ഇനി മുതല്. വൃന്ദാവന ലീലകളെല്ലാം കഴിഞ്ഞു. ഭഗവാന്റെ ബാലലീലകള്, രാസലീല അല്ലെ, അച്ഛനമ്മമാരെയൊക്കെ വിട്ട് ഭഗവാനിതാ മധുരയിലേക്ക് പോവുകയാണ്. അക്രൂരൻ തേരിലേറ്റി കൊണ്ടുപോകുന്നു. കംസനെ പേടിച്ചിട്ട് ഇതേവരെ കണ്ണനെ കാണാൻ പറ്റും എന്നുള്ളത് അക്രൂരൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ആ കംസൻ തന്നെയാണ് ഇപ്പോ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വൃന്ദാവനത്തിലേക്ക് പോകൂ എന്ന് പറയണത്. എന്തൊരു ഭാഗ്യ ക്രൂരം വിചാരിക്കാൻ. അതങ്ങോട്ട് വിചാരിച്ചപ്പോ തന്നെ ആനന്ദം കൊണ്ട് ആ ഭക്തോത്തമൻ ആനന്ദാശ്രുക്കള് ഒഴുക്കിക്കൊണ്ടാണ് എല്ലാം വിസ്മരിച്ചുകൊണ്ട് കംസനടുത്ത് നിന്ന് ആ പോയിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് തേരില് അക്രൂരനെ കയറ്റിയിരുത്തി പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അക്രൂരൻ ചിന്തകളിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് എന്തൊരു ഭാഗ്യം, എന്റെ ഒട്ടും പ്രതീക്ഷിക്കാതെ കംസന്റെ ഭൃത്യനായിട്ട് കഴിയാണ്. അപ്പൊ കംസൻ തന്നെ ഭഗവാനെ കാണാനായിട്ട് വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ യാത്ര പുറപ്പെട്ടവിടെ ചിന്തകളാണ് ഭഗവാൻ. ഞാൻ പുണ്യവാനാണ്, സനകാദി യോഗീന്ദ്രന്മാര് പോലും കാണാൻ മോഹിക്കുന്ന ആ സാക്ഷാൽ ഈശ്വരനെ ഞാനിതാ കാണാൻ പോണു. എന്റെ ജന്മം സഫലമാകും. ഒരുപക്ഷെ ദുഷ്ടനായ കംസന്റെ ഭൃത്യനായി കഴിയുന്ന എനിക്ക് പിന്നെ അപ്പൊ തന്നെ വിചാരിക്കണ്ടേ ഭഗവാനെ കാണാൻ പറ്റാണ്ട് വരുമോ? അതുണ്ടാവില്ല. സാധാരണ മനുഷ്യനുണ്ടാകുന്ന ആ ശത്രുമിത്ര ഭേദമൊന്നും ഒരിക്കലും സർവേശ്വരനായ ഭഗവാൻ ഉണ്ടാവില്ല. കംസന്റെ ഭൃത്യനനുസരിച്ചിട്ട് എന്നെ കാണാതിരിക്കൊന്നുമില്ല. അപ്പോൾ അതും വിചാരിക്കുന്നുണ്ട്. ബാക്കിയായിട്ടുള്ള ജീവിതമല്ലല്ലോ ഭഗവാൻ നോക്കുക, മാനസികമായിട്ടുള്ള ഗുണല്ലേ അവിടുന്ന് കണക്കാക്കുക. ആ ഭൂഭാരഹരണത്തിനായിട്ട് മനുഷ്യനായി അവതരിച്ച ആ സർവേശ്വരനെ ഞാൻ കാണും, ഞാൻ കാണുക തന്നെ ചെയ്യും തീർച്ച. മന്ദഹാസ സമേതമായ കടാക്ഷത്തോടു കൂടിയതും സകല ദുഃഖങ്ങളെയും ഹരിക്കുന്നതുമായ ആ തിരുമുഖം ഞാൻ കാണും. ബ്രഹ്മാദികൾ പൂജിക്കണതും പശുക്കളുടെ പിന്നാലെ നടക്കുന്നതും ഗോപസ്ത്രീകളുടെ കുജകുങ്കുമം പറ്റിയതുമായ ആ ഭഗവത് പാദങ്ങളിൽ ഞാൻ വീണ് നമസ്കരിക്കും. ജ്ഞാനിയും ഭക്തനുമായ എന്നെ അവിടുന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. ചെറിയച്ഛ എന്ന് സ്നേഹത്തോടെ വിളിച്ച് എന്നെ ആലിംഗനം ചെയ്യും. അപ്പോ എന്റെ ജന്മം സഫലമായി തീരും. ഭക്തദാസനായ അവിടുന്ന് എന്നെ ഗൃഹത്തിൽ കൊണ്ടുപോയി സൽക്കരിക്കും. ഇങ്ങനെയൊക്കെ ഇങ്ങനെ മനോരഥത്തിൽ കൂടി സഞ്ചരിക്കുന്ന അക്രൂരന്റെ തേര് എങ്ങനെയൊക്കെയോ രാവിലെ പുറപ്പെട്ടതാ അവിടുന്ന്. അവിടെ എത്തിയപ്പോ രാത്രിയായി. വളരെ കുറച്ച് ദൂരേ ഉള്ളൂ മധുരയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക്. പക്ഷെ അക്രൂരന്റെ ഇങ്ങനെ ചിന്തകളായതുകൊണ്ട് അക്രൂരൻ തന്നെയാണ് തേരോടിക്കുന്നത്. ഏതൊക്കെയോ വഴി കൂടെയൊക്കെ പോയി കുറെ വൈകിട്ടാണ് വൃന്ദാവനത്തിൽ എത്തിയതെന്ന് പറഞ്ഞു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ തൃപ്പാദ ചിഹ്നങ്ങള് ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്നത് കണ്ടു. അപ്പൊ തന്നെ ഭക്തോത്തമനായ അക്രൂരൻ തേരിൽ നിന്നും ചാടി ഇറങ്ങി കണ്ണീരിൽ കുളിച്ച് രോമാഞ്ചകഞ്ചിതനായി അദ്ദേഹം ഭഗവാന്റെ ആ പാദരേണുവിൽ കിടന്നങ്ങോട്ട് ഉരുണ്ടു. ഭഗവാനെ സ്മരിക്കുമ്പോ ദേഹധർമ്മങ്ങളെ മറക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ മഹാഭാഗ്യം അല്ലെ. ഇത്തരത്തിലുള്ള ഭക്തന്മാര് അക്രൂരനെ പോലെ ഇത്ര ഭക്തിയുള്ളവര് വളരെ വിരളാണ്. അങ്ങനെ നോക്കുമ്പോൾ അക്രൂരൻ കണ്ടു ശ്യാമള നിറത്തിലും ശ്വേത നിറത്തിലും ശോഭിക്കുന്ന ആ വെളുവെളുവെളയുള്ള ബലരാമേട്ടനും ആ നീലമേഘ ശ്യാമള വർണ്ണനായ ആ കണ്ണനും പീത നീലാംബരധരന്മാരായ ആ രാമകൃഷ്ണന്മാര് ആ ഭാഗ്യവനായ അക്രൂരൻ കൺകുളിർക്ക കണ്ടു. ഭക്തിയാൽ വിവശനായ അദ്ദേഹം ഭഗവത് പാദത്തിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ആ ഭക്തോത്തമനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നന്ദമന്ദിരത്തിൽ കൊണ്ടുപോയി വേണ്ട പോലെ സൽക്കരിച്ചു. ഭഗവാന്റെ ആ സൽക്കാരത്തില് യാത്രാക്ഷീണമൊക്കെ തീർന്ന അക്രൂരനോട് നന്ദഗോപര് സ്നേഹപൂർണമായ വാക്കുകളാൽ കുശലം ചോദിക്കുകയാണ്. അതാണ് ഈ അധ്യായത്തില്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം വിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം
തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതേ നമഃ. സരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ അഷ്ടാത്രിംശോऽധ്യായ. ശ്രീശുക ഉവാച. അക്രൂരോऽപി च तां രാത്രിം മധുപുര്യാം മഹാമതി ഉഷിത്വാ രഥമാസ്ഥായ പ്രയയൗ നന്ദഗോകുലം. അങ്ങനെ കൃഷ്ണനെയും ബലരാമനെയും കൂട്ടിക്കൊണ്ടുവരണമെന്ന് കംസൻ അക്രൂരനോട് പറഞ്ഞ ദിവസം രാത്രി. ആ രാത്രി അക്രൂരൻ മധുരാപുരിയിൽ തന്നെ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം രാവിലെ തേരിൽ കയറി നന്ദഗോകുലത്തിലേക്ക് പോയി. ശ്രീകൃഷ്ണൻ മധുരയിലേക്ക് വരണത് കംസന് ദോഷമാണ് എന്നത് അക്രൂരന് നല്ലോണം തോന്നുന്നുണ്ട്. എങ്കിലും എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ, അതൊരു ഭാഗ്യ അതിശയം തന്നെ എന്നുള്ള വിചാരം അക്രൂരന്റെ മനസ്സിലങ്ങനെ തോന്നി. അത്രയും സന്തോഷമായി. അതുകൊണ്ട് അക്രൂരൻ സൂക്ഷ്മ ബുദ്ധിയുള്ളവനാണെന്ന്, എന്തായാലും എന്റെ ഭാഗ്യം കൊണ്ടാണ് കംസൻ ഇങ്ങനെ പറയാൻ തോന്നിയത് എന്ന് അക്രൂരന് മനസ്സിലായി. ഗച്ഛൻ പതി മഹാഭാഗോ ഭഗവത്യംബുജേക്ഷണേ ഭക്തിം പരാമുപഗത ഏവമേതത് അചിന്തയൽ. വളരെ ബുദ്ധിമാനാണ്, ഭക്തനുമാണ് അക്രൂരൻ. ഭഗവാന്റെ കാരുണ്യം എന്നിലുള്ളത് കൊണ്ടല്ലേ ദുഷ്ടനായ കംസൻ തന്നെ എന്നെ കൃഷ്ണന്റെ സന്നിധാനത്തിലേക്ക് വിളിച്ചയച്ചത്. അതുകൊണ്ട് ഈശ്വര കാരുണ്യ ലാഭസ്വരൂപമായിരിക്കുന്ന ആ മഹാഭാഗ്യം, ഭഗവാന്റെ അനുഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കംസൻ ഇങ്ങനെ പറയാൻ തോന്നിയത്. ആ ഭാഗ്യവാൻ തന്നെ എന്ന് അക്രൂരൻ തന്നെ വിചാരിക്കണം. നശ്വരങ്ങളായ ധനധാന്യാദികൾ ഉണ്ടായാൽ അത് തന്നെ ഭാഗ്യം എന്ന് പറയും അല്ലെ. അതൊക്കെ വെറും ക്ഷണികങ്ങളല്ലേ. അങ്ങനെയാണ് അക്രൂരനെ പോലെയുള്ള ഭക്തന്മാര് വിചാരിക്കുള്ളൂ. അതിനെയൊന്നും ധനം, ധാരാളം സമ്പത്ത്, ഇതിനൊന്നും വലിയ സമ്പത്തായിട്ട് അധികം ബഹുമാനിക്കില്ല എന്ന് അതിനെയൊന്നും. പക്ഷേ ഈശ്വര കാരുണ്യ ലാഭത്തെ, ഈശ്വരന്റെ കാരുണ്യം, അതാണ് ഭാഗ്യം. ആ ഭഗവാനെ കാണാൻ പോവുക, ഇനി ഇതിനേക്കാളും വലിയ ഭാഗ്യം എന്താ വേറെ ഉള്ളത് എന്നാണ് അക്രൂരൻ വിചാരിച്ചത്. കടാക്ഷ മാത്രത്താൽ സർവ്വസന്താപങ്ങളെയും നശിപ്പിക്കാൻ തക്ക സൗന്ദര്യമുള്ള ആ വിലാസ നേത്രങ്ങളോടുകൂടിയ ഭഗവാനെ അങ്ങനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ടാണ് ആ തേരിന്റെ കൂടെ തേര് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അക്രൂരന്റെ മനസ്സില് അചഞ്ചലമായ ഭക്തി, ഭഗവത് ഭക്തി അങ്ങനെ ഉജ്ജ്വലിച്ചു കൊണ്ടിരിക്കുക. അക്രൂരന്റെ ചിന്തകളാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പറയണത്. കിം മയാ ചരിതം ഭദ്രം കിം തപ്തം പരമം തപ കിം വാദാപ്യർഹതേ ദത്തം യദ്രക്ഷ്യാമി അദ്യ കേശവം. തനിക്ക് ഉടനെ സിദ്ധിക്കാൻ പോകുന്ന ആ ഭഗവത് ദർശനത്തെ ആലോചിച്ചത് കൊണ്ടുണ്ടായ ആ സന്തോഷ ആധിക്യം നിമിത്തം ഇങ്ങനെ വിചാരിക്കുകയാണ് അക്രൂരൻ. ദുഷ്ടനായ കംസന്റെ അധീനത്തിൽ ഇരിക്കാൻ തക്ക ദുഷ്കർമ്മമാണ് ഞാൻ ഇതേവരെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിന്ദ്യനായ ഞാൻ ഏതുവിധമായിട്ടുള്ള മഹായാഗത്തെയാണ് ജന്മാന്തരത്തിൽ ചെയ്തത് എനിക്ക് മനസ്സിലാവണില്ല. കംസന്റെ ഈ മന്ത്രിയായിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ കാണാൻ പറ്റുന്നുള്ളത് സ്വപ്നത്തിൽ വിചാരിക്കണില്ല. എന്തൊക്കെയോ പൂർവ്വജന്മത്തിൽ ഞാൻ വ്രതോപാസനകൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, തപസ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും എനിക്കറിയില്ല. ഈ ജന്മത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക്.
കഴിഞ്ഞ ജന്മത്തില് അതെല്ലാം പൂർവ്വജന്മങ്ങളില് എന്തൊക്കെയോ തപസ്സും നല്ല കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മഹാത്മാവായ ഏതൊരാൾക്ക് ഞാൻ എന്തൊരു ശ്രേഷ്ഠ പദാർത്ഥം ദാനം ചെയ്തു പോകും എന്നൊന്നും എനിക്ക് നിശ്ചയിക്കാൻ പറ്റണില്ല. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും മഹത്തായ പുണ്യകർമ്മം ചെയ്തവനും അല്ലാതെ ഭഗവത് ദർശനം സാധിക്കുന്നതല്ല. എനിക്കിപ്പോഴെന്താ ബ്രഹ്മാദി ദേവന്മാർക്ക് കൂടി ദുർലഭമായിരിക്കുന്ന ഭഗവത് ദർശനം സാധിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഏതോ വിധമായ മഹാപുണ്യം ഞാൻ ജന്മാന്തരത്തിൽ ചെയ്തിരിക്കണം. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം വരാൻ ഒരു സാധ്യതയില്ല എന്ന് വിചാരിക്കണം അക്രൂരൻ. മമൈതൽ ദുർലഭം മന്യ ഉത്തമ ശ്ലോക ദർശനം വിഷയാത്മനോമയതാ ബ്രഹ്മകീർത്തനം ശൂദ്രജന്മനം. ശ്രീകൃഷ്ണനെ കാണാൻ തനിക്ക് സാധിക്കോ എന്ന ആ വിഷയത്തിലെ അക്രൂരനുണ്ടായ ചിന്ത 2 ശ്ലോകത്തില് വിവരിക്കുകയാണ്. സംസാര ദുഃഖങ്ങളെ അനുഭവിക്കണമെന്ന് മാത്രം ചിന്തയോടുകൂടിയിരിക്കുന്ന ശൂദ്രന് വേദോച്ചാരണം എന്ന പോലെ ബഹുസുഹൃത ലഭ്യമായിരിക്കുന്ന ഭഗവത് ദർശനം തനിക്ക് ദുർലഭമാണെന്ന് അതാണ് അക്രൂരൻ വിചാരിച്ചത്. അതായത് ഈ ശ്ലോകത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ആ ഉപമയെ കുറിച്ചിട്ട് നന്നായിട്ട് ആലോചിച്ച് മനസ്സിലാക്കണം. ശൂദ്രന് വേദോച്ചാരണം പാടില്ലല്ലോ, ദുർലഭമായിരിക്കുന്നത് പോലെ തനിക്ക് കൃഷ്ണദർശനം ദുർലഭമാണെന്നാണ് അക്രൂരൻ ഇതേവരെ വിചാരിച്ചിരുന്നത്. അപ്പൊ ഈ ശൂദ്രന് വേദോച്ചാരണം ദുർലഭമാവാൻ എന്താ കാരണം? അവന്റെ മനസ്സ് വിഷയസുഖങ്ങളെ മാത്രം ആഗ്രഹിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ദൈവം, കീർത്തനം സ്തോത്രം എന്നുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വേദോച്ചാരണം മാത്രമല്ല, അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള സ്തോത്രം എന്നുകൂടി ഈ ബ്രഹ്മകീർത്തനം എന്ന പദത്തിന് അർത്ഥം നമുക്ക് കൽപ്പിക്കാം. ധനം, ധാന്യം, സ്ത്രീ പുരുഷ വിഷയാദി സുഖങ്ങള് ഒക്കെ സമ്പാദിക്കാനും രക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും ഒക്കെയാണ്. അങ്ങനെ സദാ പരിശ്രമിക്കുന്നവന് ആരായാലും അവനാണ് ശൂദ്രൻ. അതായത് അല്ലാതെ ഈ ജാതിയല്ല ഇവിടെ പറയണത്, ആ സ്വഭാവമാണ് പറയണത്. അങ്ങനെയുള്ളവരാരായാലും അവൻ ശൂദ്രൻ. അവന് അധ്യയനത്തിനോ ഈശ്വരനെ കുറിച്ച് സ്തോത്രം ചെയ്യാനോ ധ്യാനിക്കാനോ ഒന്നും മനസ്സ് വരില്ല, സമയവും ഇല്ല. ഉള്ള സമയത്തൊക്കെ എന്താ വിഷയങ്ങളില് ആ വിഷയ പദാർത്ഥങ്ങൾ സമ്പാദിക്കാൻ, വിഷയസുഖത്തിനായിട്ട് അതിന് മാത്രം ധനം ഉണ്ടാക്കണം, അത് ഉണ്ടാക്കണം, അത് മാത്രമേ വിചാരം ഉണ്ടാവുള്ളൂ. കിടക്കുമ്പോ കൂടി വിഷയസുഖങ്ങളെ കുറിച്ച് മനോരാജ്യം ചെയ്തുകൊണ്ട് അങ്ങനെ കിടക്കും. ഇങ്ങനെയുള്ളവന് വേദാധ്യയനോ ഈശ്വര സങ്കീർത്തനോ ഒക്കെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഉത്കൃഷ്ടമായ സുഹൃതം ചെയ്തവർക്ക് മാത്രം സാധിക്കുന്നതാണ് ശ്രീകൃഷ്ണ ദർശനം. അപ്പൊ അത് തനിക്കും അതും സാധിക്കാൻ പ്രയാസം തന്നെയാണ് എന്നാണ് ഇതേവരെ വിചാരിച്ചിരുന്നത് അക്രൂരൻ. അപ്പൊ വിഷയാസക്തി നിമിത്തം വേദാധ്യയനത്തെയും ഈശ്വര സങ്കീർത്തനത്തെയും ഉപേക്ഷിച്ചിരിക്കുന്നവരൊക്കെ ശൂദ്രന്മാര് തന്നെയാണ്. അതാണ് ഈ ശ്ലോകത്തില് ശ്രീ ശുകബ്രഹ്മർഷി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്താ, വിഷയചിന്തകളെയൊക്കെ അകറ്റി ഈശ്വരഭക്തിയോടെ ഇരിക്കാൻ മാനസിക പരിഷ്കാരം ആവശ്യമായിരിക്കുന്നത് പോലെ ശ്രീകൃഷ്ണനെ ഈ മാംസചക്ഷുക്കൾ കൊണ്ട് കാണാൻ മതിയായ ആ സുഹൃതം താൻ ചെയ്തിട്ടുണ്ടോ എന്ന് നിശ്ചയിക്കാൻ കഴിയാത്തത് കൊണ്ട് കൃഷ്ണദർശനം തനിക്ക് സുലഭമൊന്നും അല്ല എന്നാണ് അക്രൂരന്റെ ശങ്ക. എനിക്ക് കാണാൻ സാധിക്കുമോ? ഞാൻ ഈ കംസന്റെ മന്ത്രിയായിട്ടിരുന്ന ഒരു നല്ല കാര്യം ഈ ജന്മത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാണ് അക്രൂരൻ പറയുന്നത്. ആ ശൂദ്രന്റെ ജന്മം പോലെ അതുപോലെ തന്നെയാണ് എൻ്റെ ജന്മം എന്ന് പറയണു. എനിക്ക് കാണാൻ പറ്റുമോ ഭഗവാൻ എന്ന് അക്രൂരൻ വിചാരിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങളെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.